ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു കുസ്ക ബിരിയാണി അഥവാ പ്ലെയിൻ ബിരിയാണി. നമുക്കിതിന് വെജിറ്റബിളോ മീറ്റോ ഇതൊന്നും വേണ്ട, പ്ലെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. അത് ഞാൻ ചെയ്യുന്നത് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുമ്പിട്ടൊരു എൻ്റെ ടെറസ് ഗാർഡൻ്റെ വീഡിയോ ആണ്. ഒത്തിരി പേര് കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. കുസ്ക റൈസ് അഥവാ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ബസ്മതി റൈസ് ഞാനിവിടെ കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബസ്മതി റൈസ് ആണ്. ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ വെച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ച് ഇത് ചെയ്തെടുക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം. ഞാൻ ഇതിലേക്ക് 2 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പ്, ഒരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സ്പൈസസ് ഒന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. സ്പൈസസ് എല്ലാം പൊട്ടി ഒരു നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ വഴന്നു വരാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയിലൊന്ന് സോഫ്റ്റായി കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും ഒരു മീഡിയം തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവർ നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തതും ഒരു 2 ടേബിൾ സ്പൂൺ മിൻറ്റ് ലീവ്സ് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. മിൻറ്റ് ലീവ്സ് മല്ലിയിലയുടെ അത്രയും എടുക്കേണ്ട, കുറച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് ബിരിയാണി മസാല പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് പൊടിയുടെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള വഴറ്റിയപ്പോഴും കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ പാകം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈര് ചേർക്കരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റൈസിന് പുളി കൂടിപ്പോകും. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തൈര് ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുക്കറിലായതുകൊണ്ട് നമ്മൾ ആ അളവിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അരി പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു കുഴഞ്ഞു പോകും. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് നമ്മളിവിടെ 2.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പാനിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീര് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി അരി ഒന്ന് വേവിച്ചെടുക്കണം. അരി കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
അരി കാണുന്ന പോലെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി പതുക്കെ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല കൊതിയൂർന്ന ബിരിയാണിയുടെ മണം നമ്മുടെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിമിഷ നേരം കൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് പച്ചക്കറികളൊന്നും വേണ്ട. ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണത്. അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് കാഷ്യൂനട്ടോ റേസിൻസോ ഒക്കെ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർക്കാം. ഞാൻ പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല. ഈ ചോറ് കഴിക്കാൻ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സാലഡോ പപ്പടം പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്